കുമ്പസാരത്തിന് വേണ്ടി കുമ്പസാരക്കുട്ടിലേക്ക് വന്ന് മുട്ടുകുത്തി ആദ്യമായി നമ്മൾ പറയണമെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന വാക്കാണ്. ഇപ്പൊ പിള്ളേരൊക്കെ കുമ്പസാരിക്കാൻ വരുമ്പോൾ അച്ഛനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. മോനെ, ആദ്യം പാവിയ എന്നെ കനിയണമേ എന്ന് പറയണം, പിന്നെ കുമ്പസാരിച്ചിട്ട് എത്ര ദിവസമായെന്ന് പറയണം, പിന്നെ പാപങ്ങളൊക്കെ ക്രമമായി പറയണം. അതിനേറ്റവും അവസാനം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെയും ഞാൻ ഈ വിധ പാപങ്ങളാൽ വേദനിപ്പിച്ചു എന്ന് ഏറ്റുപറഞ്ഞ് എനിക്ക് പാപപ്രതി തരണമേ എന്ന് പറയണം. നിങ്ങളുടെ പിള്ളേര്, ചെറിയ കുട്ടികൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരുക്കി വിടാറുണ്ടോ? ഇവര് കുമ്പസാരക്കൂട്ടി ഇപ്പൊ എന്താ പറയുക? അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നേ? അച്ഛാന്നാണോ കുമ്പസാരക്കൂട്ടിരിക്കുന്നവരെ വിളിക്കാറ്? ഈശോയാണ് കുമ്പസാരക്കൂട്ടിലിരിക്കുക. പരിശുദ്ധ അമ്മ നിന്റെ പാപത്തിന്റെ കെട്ടുമായി കുമ്പസാരക്കൂട്ടിലേക്ക് വന്ന് നീ മുട്ടുകുത്തി നിൽക്കുമ്പോൾ നിന്റെ അരികിൽ, നിന്റെ ഷോൾഡറിൽ തൊട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ നിൽക്കുന്നുണ്ട്. പുറത്തുകൂടി മഴ നനഞ്ഞ് നീ ചുമന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇറക്കി വെക്കാതെ നീ കൊണ്ടു നടന്ന പാപത്തിന്റെ മലിനമായ പാണ്ടക്കെട്ട് നീ ഇങ്ങനെ കുമ്പസാരക്കൂട്ടിലേക്ക് വന്ന് ഇറക്കി വെക്കുമ്പോൾ അമ്മ ഓരോന്ന് തന്റെ പുത്രന്റെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കും. നീ പറയുന്നതിനനുസരിച്ച് നീ കള്ളക്കുമ്പസാരം നടത്തുമ്പോഴോ കൃത്യമായി പറയാതിരിക്കുമ്പോഴോ, എന്നാലോ അവിടെ വന്ന് നീ നിന്ദാപരമായ കാര്യങ്ങളിൽ നിന്നെ തന്നെ ന്യായീകരിച്ചും എനിക്ക് ഇത്രയും നിയോഗങ്ങളാ ഉള്ളത് എന്ന് വൈദികനെ അറിയിക്കേണ്ട സ്ഥലമല്ലത്.